Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷനാണ്. അതായത് ഇപ്പോൾ ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസിയാണ്, അതുപോലെ തന്നെ കാണാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 1 kg കേക്കാണ് ചെയ്യുന്നത്. ടോൾ കേക്കാണ് കേട്ടോ. 5 ഇഞ്ച് സൈസിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് ഫ്ലേവർ കൊടുത്തിട്ടുള്ളത് കോഫി കേക്കാണ് കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമൽ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ കോട്ടിങ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഫൈനൽ കോട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റിക്കൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഫൈനൽ കോട്ടിങ് ചെയ്യാവുള്ളൂ കേട്ടോ. എന്നിട്ട് സ്റ്റിക്ക് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആയിക്കോട്ടെ, അതിന് ശേഷം ഫൈനൽ കോട്ടിങ് ചെയ്യട്ടോ. അപ്പോൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ടോൾ കേക്ക് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്യണം. അതായത് വലിയ സ്ക്രാപ്പർ ഉണ്ട് കിട്ടും, അത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫൈനൽ കോട്ടിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഷെൽ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ റോസറ്റ ഡിസൈൻ ചെയ്യണമൊക്കെ പോലെ തന്നെ ഈ ഒരു ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ, ഒരു ഫ്ലേവർ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടോട്ടൽ ഒരു 3 ഫ്ലേവർ, അതായത് ഇതൊരു വലിയ ഫ്ലേവറാണ് കേട്ടോ. അപ്പം 3 ഫ്ലേവർ മാത്രമേ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അതും ഒരു ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊരു സ്റ്റാർ പോലെയുള്ള ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ബ്ലാക്ക് കളറ്, വൈറ്റ് ക്രീമിൽ കുറച്ച് ബ്ലാക്ക് കളറ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ആഷ് കളറായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം ബ്ലാക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ചാർക്കോൾ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളറുണ്ട്, അതും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം വലിയ സ്റ്റാർ നോസിലെടുത്തിട്ട് ഓരോ റോസറ്റ ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോസറ്റ ഡിസൈൻ എല്ലാവർക്കും വരയ്ക്കാൻ അറിയാമല്ലോ. അപ്പം സ്റ്റാർ നോസിലൊക്കെ വെച്ചിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണ്. എല്ലാവരും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും, ഈ ഒരു പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യണത് ഈ ഒരു റോസറ്റ ഡിസൈനാണല്ലോ. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഈ ഒരു ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ റോസറ്റ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർ കൊടുത്തു ആദ്യം, പിന്നെ റോസറ്റ പോലെയുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഇതിൻ്റെ ഗ്യാപ്പ് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു പിങ്കും അതുപോലെ ആഷ് കളറും വെച്ചിട്ടുള്ള ഡെക്കറേഷൻ. പിന്നെ അതിന് ശേഷം ഈ ഒരു ആഷ് കളർ ബാക്കിയുള്ളതിൽ വന്നിട്ട് കുറച്ചൊരു ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഗ്രീന് ചേർത്ത് കഴിഞ്ഞാൽ മതി, അത് ഏത് ഗ്രീൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഫുള്ള് ടോപ്പിലൊക്കെ ഞാനിപ്പോൾ അത് കൊടുത്തു. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഡ്രിപ്പ് കൊടുക്കണം. അപ്പോൾ റെഡിമെയ്ഡ് ഡ്രിപ്പാണ് ഇട്ടത്. അപ്പം ഇത് ഗോൾഡൻ കളറല്ല, ഒരു കോപ്പർ കളറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡ്രിപ്പ് കൊടുത്തു കുറച്ച് ഭാഗങ്ങളിലായിട്ട്. ഈ ഒരു സൈഡിലേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഫുള്ള് കൊടുത്തിട്ടില്ല. പിന്നെ താഴെ ഭാഗത്തായിട്ട് ഒരു ബട്ടർഫ്ലൈയും അതുപോലെ ടോപ്പിലായിട്ടും ഒരു ബട്ടർഫ്ലൈ കേട്ടോ. ആ ബട്ടർഫ്ലൈ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. പിന്നെ അപ്പോൾ ഇതിനെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ടോപ്പിൽ ആയിട്ട് നമ്മൾ കുറച്ച് റോസറ്റ ഡിസൈൻ കൊടുത്തു, സൈഡിലേക്കൊന്നും ട്രിപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആവുമെന്ന് വിചാരിക്കണം. അവർക്കൊക്കെ ഇഷ്ടമാണ്, ഒരു ഡെക്കറേഷനും കൂടി ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും എല്ലാ ബിഗിനേഴ്സും അതുപോലെ എല്ലാവരും ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് ചെയ്തിട്ടുള്ള ഡെക്കറേഷനാണ് ഇത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും അതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്